വിജയദശമി ദിനത്തില് രാജ്നാഥ് സിംഗ് അതിഗംഭീരമായ രീതിയിൽ തന്നെ പാകിസ്ഥാനോട് ഒരു കാര്യം സൂചിപ്പിച്ചിരിക്കുകയാണ്. കയറി കളിച്ചു കഴിഞ്ഞാൽ തീർത്ത് കളയും എന്നുള്ള മട്ടിൽ തന്നെയാണ്. അതായത് വിജയദശമിയോടനുബന്ധിച്ച് ഗുജറാത്തിൽ കച്ചിൽ നടന്ന ഈ ഒരു ചടങ്ങിലാണ് ഇദ്ദേഹം ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത്. അതായത് ലാഹോർ അല്ല, ഇനി കറാച്ചി, സർക്രീക്ക് പ്രദേശത്ത് കയറാൻ ശ്രമിച്ചാൽ പാകിസ്ഥാന്റെ ഭൂമിശാസ്ത്രം തന്നെ ഞങ്ങൾ മാറ്റും എന്നാണ്. ഇതൊരു വലിയ മുന്നറിയിപ്പാണ് കൊടുത്തിരിക്കുന്നത്. സർക്രീക്ക് പ്രദേശം എന്ന് പറയുന്നത് ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുള്ള അതിർത്തിയിലുള്ള സിന്ധു നദീതടത്തിലെ ജനവാസമില്ലാത്ത ചതുപ്പ് നിലങ്ങളിൽ 96 കിലോമീറ്റർ നീളമുള്ള ഒരു വേലിയേറ്റ അഴിമുഖമാണ്. ഈ അരുവി അറബിക്കടലിലേക്ക് ഒഴുകുകയും ഇന്ത്യയിലെ ഗുജറാത്ത് സംസ്ഥാനത്തെ പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിൽ നിന്ന് വേർതിരിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഗുജറാത്തിൽ നടന്ന ചടങ്ങിൽ വെച്ച് തന്നെ ഈ വിവരം സൂചിപ്പിച്ചത്. ദീർഘകാലമായി നിലനിൽക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ സർക്രീക്ക് അതിർത്തി തർക്കം സർക്രീക്കിന്റെ വായിൽ നിന്ന് സർക്രീക്കിന്റെ മുകൾ ഭാഗത്തേക്കും സർക്രീക്കിന്റെ മുകളിൽ നിന്ന് കിഴക്കോട്ട് വെസ്റ്റേൺ ടെർമിനസിൽ നിയുക്തമാക്കിയ രേഖയിലെ ഒരു ബിന്ദുവിലേക്കുമുള്ള അതിർത്തി ഈ ഘട്ടം മുതൽ, അതായത് 1968 ട്രിബ്യൂണൽ അവാർഡ് നിർവഹിച്ച പ്രകാരം അതിർത്തി വ്യക്തമായി നിശ്ചയിച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടത്തേക്കാണ് പറഞ്ഞിരിക്കുന്നത്, പാകിസ്ഥാന്റെ ഭൂമിശാസ്ത്രം തന്നെ ഞങ്ങൾ മാറ്റും. ഈ പ്രദേശത്തേക്ക് കയറി കളിച്ചു കഴിഞ്ഞാൽ ഇത് പാകിസ്ഥാൻ എങ്ങനെ എടുക്കും എന്നുള്ളതാണ് നമ്മൾ ഇനിയും അറിയേണ്ടത്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ആ ഒരു ഷോക്കിൽ നിന്ന് പാകിസ്ഥാൻ മാറിയിട്ടില്ല ഇതുവരെയും. ഇന്ത്യ വളരെ ശക്തി പ്രാപിച്ചു നിൽക്കുകയാണ്. അതായത് ലോകമെമ്പാടും ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഫലം എന്തായിരുന്നു എന്നുള്ളത് ഇന്ത്യ എത്തിച്ചു കൊടുത്തു. ഇന്ത്യയിലെ പ്രധാന വ്യക്തികൾ, പാർലമെന്ററി പ്രതിനിധികളാണ് ഇത് ലോകമെമ്പാടും എത്തിച്ചു കൊടുത്തത്. നയതന്ത്ര വിദഗ്ധർ സഹിതം ഓരോ രാജ്യത്തും എത്തിക്കൊണ്ട് ഭീകരതയുടെ ഉറവിടമാണ് പാകിസ്ഥാൻ എന്ന് തുറന്നു കാട്ടുകയാണ് ചെയ്തത്. കഴിഞ്ഞ ദിവസം UN വെച്ച് തന്നെ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എന്താണ് അദ്ദേഹം പറഞ്ഞത്? ജയശങ്കർ അതിനിശ്ചിതമായിട്ടാണ് പാകിസ്ഥാനെ വിമർശിച്ചത്. UN സമ്മേളനത്തിൽ നിറഞ്ഞു നിന്നത് ഇന്ത്യയായിരുന്നു. അവിടെ ഉയർന്നു കേട്ട ശബ്ദമോ പാകിസ്ഥാന്റെ ഭീകരതയായിരുന്നു. ഇന്ത്യക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, പാകിസ്ഥാന്റെ ഭീകരത തീർക്കണം. പാകിസ്ഥാന്റെ ഭീകരതയുടെ ആ ആഴം ലോകത്തിനു മുന്നിൽ ഇന്ത്യ തുറന്നു കാണിച്ചു. മുൻകാലങ്ങളിൽ പലപ്പോഴും ഇത്തരത്തിലുള്ള ഭീകരാക്രമണം ഉണ്ടാകുമ്പോൾ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, തെളിവെവിടെ എന്നുള്ളത്. ഇക്കുറി പഹൽഗാം ആക്രമണം നടത്തി നിരപരാധികളായ എത്രയോ പേരെ വധിച്ചു കഴിഞ്ഞപ്പോഴല്ലേ ഓപ്പറേഷൻ സിന്ദൂർ നടത്തി ഇന്ത്യ പകരം വീട്ടിയത്. അപ്പോൾ ലോകമെമ്പാടും തെളിവുകളുമായിട്ടാണ് ഇന്ത്യ ഇറങ്ങിച്ചെന്നത്. അങ്ങനെ ഇറങ്ങിച്ചെന്നതിന്റെ തുടർന്നാണ് UN സമ്മേളനത്തിലും വന്ന് ജയശങ്കർ കാര്യങ്ങൾ വിസ്തരിച്ചത്. ഒരു രാജ്യത്തിന്റെ പാകിസ്ഥാൻ എല്ലാ തരത്തിലും ജീവിത രീതി വളരെയധികം തകർന്നിരിക്കുകയാണ്. അവരുടെ ജീവിത നിലവാരം തന്നെ തകർന്നിരിക്കുകയാണ്. ആ രാജ്യത്തിന്റെ മുഴുവൻ ധന സ്രോതസ്സും എന്തിനു വേണ്ടി ചെലവഴിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് ഭീകരതയ്ക്ക് വേണ്ടി മാത്രമാണ്. അവിടുത്തെ ജനങ്ങള് ജീവിക്കുന്നില്ല. എല്ലാ സാധനങ്ങൾക്കും വില കയറി രാജ്യം തന്നെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ പട്ടിണിയും പരിവട്ടവുമായിട്ടിരിക്കുകയാണ്. ഒരു രാജ്യത്തിന്റെ സമ്പത്ത്, ധനസ്രോതസ് ഉപയോഗിക്കപ്പെടുന്നത് പലപ്പോഴും വിദ്യാഭ്യാസം, ആരോഗ്യം, ആ രാജ്യത്തുള്ള ജനങ്ങളുടെ ക്ഷേമമാണ് ഏറ്റവും വലുത്. അങ്ങനെയാണ് രാജ്യത്തിന്റെ വളർച്ച ഉണ്ടാകുന്നത്. ആ വളർച്ചയിലൂടെയാണ് ഇന്ത്യ കടന്നു വന്ന് ലോക സമ്പദ് വ്യവസ്ഥയിലെ 3ാം സ്ഥാനത്തേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ശക്തിയായി ഇന്ത്യ മഹാരാജ്യം മാറുമ്പോഴാണ്
ഈ വളരെയധികം ക്ഷയിച്ചിരിക്കുന്ന പാകിസ്ഥാൻ എന്ന് പറയുന്ന തീവ്രവാദത്തിന്റെ ഉറവിടമായിട്ടുള്ള അടുത്ത് നിന്ന് അവർ നമ്മളുടെ നേരെ വിരൽ ചൂണ്ടുന്നത്. ആ വിരലാണ് രാജ്നാഥ് സിംഗ് ഒടിച്ചു കളഞ്ഞിരിക്കുന്നത്. ഒറ്റ സെന്റൻസ് മാത്രം മതി ഇതിനകത്തൂടെ. പാകിസ്ഥാന്റെ ഭൂമിശാസ്ത്രം മാറ്റും എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? പാകിസ്ഥാനെ ഇല്ലാതാക്കി കളയും. ഇല്ലാതാക്കി അത് ഒരു യുദ്ധം വരുത്തി വെക്കുന്നത് അതിലൂടെ മനുഷ്യരുടെ നഷ്ടം മാത്രമല്ല, ഭൂമിയുടെ ആ പ്രദേശത്തിന്റെ ഷേപ്പ് തന്നെ മാറ്റിയെടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. അതാണ് രാജ്നാഥ് സിംഗ് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യ ഏത് സമയവും പാകിസ്ഥാനെ നേരിടാൻ സജ്ജമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിൽ നിന്ന് ഇനിയും ഭീകരാക്രമണം ഉണ്ടാകാം. കാരണം അവരതിനുവേണ്ടി ജനിച്ചവരാണ്. അവർ നശിക്കാൻ പോകുന്ന ഇതിനാലാണ്. വാളെടുത്തവൻ വാളാൽ എന്ന് പറയുന്നത് പോലെ പാകിസ്ഥാന്റെ നാശം സംഭവിക്കുന്നത് ഭീകരതയിലൂടെ തന്നെ ആയിരിക്കും. ലോകത്ത് നമ്മൾ ഭീകരാക്രമണം എവിടെ നടന്നിട്ടുണ്ടെങ്കിലും അതിന്റെ പിന്നിലെ കാര്യങ്ങളിലേക്കൊന്ന് പരിശോധിച്ചു നോക്ക്. അതിന്റെ കയ്യൊപ്പ്, പാകിസ്ഥാന്റെ ഒരു കയ്യൊപ്പ് അതിന്റെ പിന്നിലുണ്ടാവും. അവിടുന്ന് കിട്ടുന്ന ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിന്റെ നശിച്ച് ഛിന്ന ഭിന്നമായി കിടക്കുന്ന ആ പ്രൊഡക്റ്റിന്റെ എവിടെയെങ്കിലും ഒരു ലെവൽ കാണുന്നത് അത് പാകിസ്ഥാനിൽ നിന്നുള്ളതെന്നായിരിക്കും. അതിന്റെ അല്ലാതുള്ള സാഹചര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പാകിസ്ഥാനിലേക്ക് തന്നെയായിരിക്കും പോകുന്നത്. അവിടെ പട്ടാളവും പിന്നെ ഭരണവും, ജനാധിപത്യം എന്ന് പറയുന്ന ഒന്നും ഇല്ലല്ലോ. അവിടെ പട്ടാളമാണ് ഭരിക്കുന്നത്. പ്രധാനമന്ത്രിയും പ്രസിഡന്റും ഒക്കെ ഭരണം കഴിഞ്ഞാൽ പിന്നീട് പോകുന്നത് കൽത്തുറുങ്കിലേക്കായിരിക്കും, അല്ലെ കഴിവുമരത്തിലേക്കായിരിക്കും. ഇതൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇമ്രാൻഖാൻ എവിടെ കഴിയുന്നു? ജയിലിൽ കഴിയുന്നു. മുൻകാലങ്ങളിൽ പല പ്രധാനമന്ത്രിമാരും ഒക്കെ തൂക്കിക്കൊന്നിട്ടില്ലേ? അപ്പോൾ പാകിസ്ഥാന്റെ ചിത്രം ഇതാണ്. പാകിസ്ഥാനിൽ ഒരുപക്ഷെ അവിടെ പെട്ടുപോയി എന്നുള്ളത് കൊണ്ട് ജീവിതം അങ്ങനെ ആയി പോയവരുണ്ട്, സാധാരണ ജനങ്ങളുണ്ട്. ഒരു സമയത്ത് നമ്മൾ ഓർക്കുന്നില്ലേ, പാകിസ്ഥാനിലെ യുവാക്കളാരോ ഒരു സമൂഹ മാധ്യമത്തിൽ ഒരു പോസ്റ്റ് ഇട്ടു. പോസ്റ്റില് നരേന്ദ്രമോദിയെ വിളിക്കുകയാണ്, വരൂ ഞങ്ങളുടെ രാജ്യത്തെ രക്ഷിക്കൂ. എന്തുകൊണ്ട് നരേന്ദ്രമോദിയെ വിളിച്ചു? നരേന്ദ്രമോദിയുടെ ഇന്ത്യ അവർ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് മോദിയെ വിളിച്ചത്, ഞങ്ങളെ രക്ഷിക്കൂ എന്ന്. ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ അതിന് മുമ്പായിട്ടൊരു MP തന്നെ അവരുടെ പാർലമെന്റിൽ വിളിച്ചു പറഞ്ഞ എന്താണ്? ഭീകരത കാരണം ഉണ്ടാകുന്ന നാശത്തെക്കുറിച്ചാണ് വിളിച്ചു പറഞ്ഞത്. അവർക്ക് തന്നെ അറിയാം അവരുടെ ഖജനാവിന്റെ നല്ല പങ്ക് പോകുന്നത് ഭീകരതയ്ക്ക് വേണ്ടി മാത്രമാണ്. അസീം മുനീർ ട്രംപുമായിട്ടൊക്കെ ഒരു വലിയ കൂട്ടുകെട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഒരിക്കലും അമേരിക്കൻ പ്രസിഡന്റ് വൈറ്റ് ഹൗസ് തുറന്നു കൊടുക്കുന്നത് രാജ്യത്തലവന്മാർക്കായിരിക്കും. സൈന്യത്തിന്റെ അധിപനൊന്നും തുറന്നു കൊടുക്കാറില്ല. ആ വൈറ്റ് ഹൗസിലേക്കാണ് അസീം മുനീറിനെ വിളിച്ചിരുത്തിയത്. ആ സമീപകാലത്ത് തന്നെ തുടർച്ചയായി 1-2 തവണ അസീം മുനീർ അമേരിക്കൻ പര്യടനം നടത്തി. അതിൽ നിന്ന് നമ്മൾ എന്താണ് വായിച്ചറിയേണ്ടത്? നമ്മളെ ഇനിയും തൊട്ട് കളിക്കാനാണ് ഭാവം എന്നുള്ളത് തന്നെയാണ്. പക്ഷെ അത് വെച്ചേക്കില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ രാജ്നാഥ് സിംഗ് അതിന് മറുപടി കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ പ്രദേശത്തേക്ക്, അതായത് സർ ക്രീക്ക് പ്രദേശത്തേക്ക് കയറാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഭൂമിശാസ്ത്രം, പാകിസ്ഥാന്റെ ഭൂമിശാസ്ത്രം ഞങ്ങൾ മാറ്റും എന്നുള്ളതാണ്. അതായത് ഓപ്പറേഷൻ സിന്ധൂരിനിടെ ലേ മുതൽ ക്രീക്കിന്റെ ഈ പ്രദേശം വരെ ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനത്തിലേക്ക് നുഴഞ്ഞു കയറാൻ പാകിസ്ഥാൻ ശ്രമിച്ചു. പക്ഷെ അത് പരാജയപ്പെട്ടു. പ്രതികാര നടപടിയിലാണ് ഇന്ത്യൻ സൈന്യത്തിന് എപ്പോൾ വേണമെങ്കിലും, എവിടെ വേണമെങ്കിലും, എങ്ങനെ വേണമെങ്കിലും പാകിസ്ഥാന് കനത്ത നഷ്ടം വരുത്താൻ കഴിയുമെന്ന സന്ദേശം ലോകത്തിന് നൽകി. അതാണ് രാജ്നാഥ് സിംഗ് നൽകിയിരിക്കുന്നത്. പാകിസ്ഥാനോട് മാത്രമല്ല, ലോകത്തിന് നൽകിയിരിക്കുകയാണ്. പാകിസ്ഥാന്റെ ഏത് പ്രദേശങ്ങളിൽ ഇന്ത്യൻ സൈന്യത്തിന് എപ്പോൾ വേണമെങ്കിലും, എവിടെ വേണമെങ്കിലും, എങ്ങനെ വേണമെങ്കിലും പാകിസ്ഥാന് കനത്ത നഷ്ടം വരുത്താൻ കഴിയും എന്നുള്ളത്.
അതാണല്ലോ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിൽ കണ്ടത്. വെറും 22 മിനിറ്റ് കൊണ്ടാണ് അവരുടെ ആ ഭീകരതയുടെ ആ വശം മുഴുവൻ ഇന്ത്യ തൂത്തെറിഞ്ഞത്. അതുകൊണ്ട് ഇത് അവസാന മുന്നറിയിപ്പാണ് പാകിസ്ഥാനുള്ളത്. പാകിസ്ഥാന്റെ ഭൂമിശാസ്ത്രം മാറ്റാൻ ഇന്ത്യ സജ്ജമാണ്.